ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ കുഴമ്പാണ് കേട്ടോ. കുഴമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അതായത് നന്നായിട്ട് പുളിയും സ്പൈസിയുമായിട്ട് വയ്ക്കുന്ന ഡിഷസിനെയാണ് നമ്മൾ കുഴമ്പെന്ന് തമിഴ്നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു എവിടെ നിന്ന് വന്ന ഇതാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ആദ്യമായിട്ട് വെച്ചിരിക്കുന്നത് ഒരു മൺചട്ടിയാണ്. അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കടുക്, 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം. ഇനി അതിൻ്റെ മേളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം കൂടെ ഉണ്ട്. ഇതെല്ലാം പൊട്ടിത്തെറിച്ച് പുറത്ത് പോകാതിരിക്കാനും കൂടെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വരുമ്പോഴേക്കും അതിൻ്റെ മേളിൽ കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് കഴിഞ്ഞ് ഒരു 2 സവോള ചെറുത് മീഡിയം സൈസ് മതി, 2 കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ആ സവോള ഒന്ന് പതുക്കെ റെഡിയായി വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അകത്തേക്ക് ചതച്ച വെളുത്തുള്ളി, ഒരു 5 കഷ്ണം വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഇതൊന്ന് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ റെഡിയായി കഴിയുമ്പോഴത്തേക്ക് അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ മേലിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി റെഡിയാക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒരു ലേശം, പച്ചമണം അങ്ങനെ മുഴുവനായിട്ട് പോകാനൊന്നുമല്ല, എന്നാലും അതിനെ ഒന്ന് ഇളക്കി ഒന്ന് ശരിയാക്കുക. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ. തക്കാളി ജ്യൂസ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 3 തക്കാളി മിക്സിക്കകത്ത് ഇട്ട് നന്നായിട്ട് അടിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനിയാണ് നമ്മൾ അതിൻ്റെ ഹീറോ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നന്നായി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു വലിയ പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നേരെ നന്നായിട്ട് ഇളക്കി ചെയ്യുക. ഇളക്കിയതിന് ശേഷം ഇനി അതിനകത്തേക്ക് അടുത്ത നമ്മുടെ പുളി പിഴിഞ്ഞത്, നല്ലോണം പുളി പിഴിഞ്ഞത് വേണം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് നല്ല ധൈര്യമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ഒരു കുഴപ്പവും വരത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് വാക്ക് വരുന്നു. ഇനിയും നന്നായിട്ട് അതിനെ ഇളക്കി വൃത്തിയാക്കുക. ഇനി അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ലാസ്റ്റ് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് സ്വീറ്റ് പൊട്ടറ്റോ കുഴമ്പിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. ഇപ്പം നമ്മൾ എന്തൊക്കെയായി, പുളി ഒഴിച്ചിട്ടുണ്ട്, ഉപ്പായി, മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കണം. 5 മിനിറ്റ് കഴിയുമ്പം എന്താണെന്ന് വെച്ചാൽ അത് എന്ത് അവസ്ഥയിലെത്തിയെന്ന് നോക്കണ്ടേ നമുക്ക്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അത് ഒന്നുകൂടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കുഴമ്പ് ഏകദേശം ഒക്കെ റെഡിയായി വരുന്നു. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് വൈസ് നോക്കിയാൽ നല്ലൊരു സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം. ഷുഗറുകാർക്ക്, ഏത് അസുഖക്കാർക്കും ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു ഭൂഖണ്ഡ സസ്യമാണല്ലേ. ഭൂഖണ്ഡ സസ്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കപ്പ, കാച്ചില, ചേന, ഭൂമിക്കടിയിലുണ്ടാകുന്ന കിഴങ്ങുകൾ ഏറ്റവും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരേ ഒരു കിഴങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, അല്ലെങ്കിൽ മധുരക്കിഴങ്ങാണല്ലേ. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അവസാനത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ഒരു പുളിയുടെ വലിപ്പത്തിൽ, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അതിലേക്ക് ശർക്കര കൂടെ ഇട്ട് കൊടുക്കണം. സ്വീറ്റ് പൊട്ടറ്റോ കുഴമ്പെന്ന് പറയാൻ ഇതാണ് കാര്യം. അതായത് പുളി, ഉപ്പ്, എരിവ്, മധുരം എല്ലാം കൂടെ ഉള്ള ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഡിഷ്. അപ്പോൾ ശർക്കര ഇടാൻ ആരും മറക്കരുത്, അതാണ് ഏറ്റവും ടേസ്റ്റായിട്ടുള്ള സംഭവം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.